ഈ സാധനം ഒരു കൊണ്ടുപോയി എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണോടോ? ഉറപ്പാണ് സാറേ, ഞങ്ങൾ കണ്ടതല്ലേ. ഒരു ചെറുക്കനും ഒരു പെണ്ണും കൂടിയാണ് ബാലു സാറിന് വണ്ടിക്കകത്താക്കിയത്. അത് കഴിഞ്ഞ് ആ ചെറുക്കൻ തന്നെയാണ് ബാഗ് എടുത്ത് വണ്ടിക്കകത്ത് വെച്ചത്. ഞങ്ങൾ കണ്ടതാണ് സാറേ, പക്ഷെ പെട്ടെന്നുള്ള സാഹചര്യം കാരണം കയറി ഇടപെടാനും പറ്റിയില്ല. അല്ലെങ്കിൽ ഈയൊക്കെ കൂടെ അങ്ങോട്ട് മാലത്തേനെ ഇറക്കി വിടറോ. ജലീലേ സാർ, 1ഉം 2ഉം അല്ല, 18 കിലോ സ്വർണ്ണാന്ന് ആ ബാഗില്. വല്ല വിവരവും കിട്ടിയോടോ? ചാക്കോ അന്വേഷിക്കുന്നുണ്ട്. ആക്സിഡന്റ് കേസല്ലേ, ഈ നാട് വിട്ടു പോകാൻ വഴിയില്ല. മാത്രമല്ല നമ്മൾ ആൾക്കാർ എല്ലാ ഹോസ്പിറ്റലും തപ്പുന്നുണ്ട്. ആണോ? ശരി, എന്നാ ഞാൻ വിളിക്കാം. സാറേ, ആളെ കിട്ടിയാ? നമ്മുടെ പറവൂർ CI ബെനിമൂപ്പനല്ലേ, ആളുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ ബാലു? ബാലുവിനെ ക്രൈസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് ക്രിട്ടിക്കലാ. ഈ സാധനം ഓരോ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടാ? ഇല്ല സാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ബെന്നിയോട് ആ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാം. വേണ്ട, വരട്ടെ. ഓരോ വിവരം പോലീസിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ആ ബാഗിൽ സ്വർണ്ണമുള്ള വിവരം ഓരോ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഓരത് മുക്കി. സാർ, ചെറിയൊരു പ്രശ്നമുണ്ട്. ആ വണ്ടിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? ഉവ്വ. അത് മനോരമ ന്യൂസിലെ റിയ റോയിയ. ഉറപ്പാണോടോ? അതെ സാർ. സന്തോഷേ, ഈ ഒരു ഡ്രിങ്ക് ഒഴിക്കടോ. ചാക്കോ സാർ. ആ ബാഗിൽ സ്വർണ്ണമുള്ളത് ആ പെണ്ണ് അറിഞ്ഞിട്ടുണ്ടാവില്ലടോ. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ആശുപത്രി മുഴുവൻ ഇപ്പം ചാനലുകാരെ കൊണ്ട് നിറയൂലേ? എന്തു വന്നിന്? അത് ശരിയാണ് സാർ. ഈ ഒരു കാര്യം ചെയ്യും സാർ, ഇപ്പം തന്നെ CIനെ വിളിച്ചിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ ചെക്കനെയും പെണ്ണിനെ അകത്തിട്ട് പൂട്ടിക്ക്. എന്നിട്ട് ഇപ്പം തന്നെ ഈ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ആ CIനെ സാക്ഷി നിർത്തിയിട്ട് ആ വണ്ടി മുഴുവൻ സെർച്ച് ചെയ്യണം കേട്ടാ. ഈ സ്വർണ്ണ കേസ് പുറത്തു കൊണ്ടുവന്നത് അവളാണല്ല. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അവളെ തന്നെ അറസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? തിരിയുന്നുണ്ടാ? ആ വാർത്ത ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്നെ ഈ ഒന്ന് പതറും. ഇതൊരു തീപ്പൊരിയാണ്ടോ, ഞമ്മക്കത് ആളി കത്തിക്കാന്ന്. അത് ഞാനേറ്റ്. ഇനി ഇതുപോലൊരു ചാൻസ് വീണ് കിട്ടൂല. ഞാൻ പറഞ്ഞ മനസ്സിലായി സാർ. എന്നാ വേഗം ചെല്ല് സാർ. ഓ, രണ്ടുപേരും ഒന്ന് ഒപ്പിട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞ മൊഴിയാ, ഒപ്പിട്. ഡോക്ടറെ, ആൾക്കിപ്പോൾ നത്തിങ് ടു വറി. വാളുകൊണ്ടുള്ള വെട്ടാണ്, എന്നാലും വൂണ്ട് അത്ര ഡീപ്പായിട്ടൊന്നുമല്ല. ബ്ലീഡിങ് കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട്, അതാണ് കുഴപ്പമായത്. ബ്ലഡ് കയറ്റുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഒരു 2 മണിക്കൂറിനുള്ളിൽ ആൾക്ക് ബോധം വീഴും. ഹേ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ വണ്ടി അയാൾ ഇടിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ഇഞ്ചുറിയും അയാളുടെ ശരീരത്തിലില്ല. രക്ഷപ്പെട്ട് ഓടി വരുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ വന്ന് പെട്ടതായിരിക്കും. ഹേ, പേടിക്കണ്ട. ആൾക്ക് ബോധം വരുന്നത് ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ശരി. സാറേ, ഞങ്ങളിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സാറേ, ഇവൻ്റെ ബ്ലഡ് ഒക്കെ കൊടുത്തായിരുന്നു. ജനറൽ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചിട്ടുണ്ട് സാർ. സാർ,
ഡോക്ടർ പറഞ്ഞു പുള്ളിക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു 2 മണിക്കൂറിനുള്ളിൽ ബോധം വരുമെന്ന്. അതുകൊണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പോകാലോ അല്ലേ സാറേ? എടാ നിന്നോടല്ലേ ഞാൻ പറയാന്ന് പറഞ്ഞത്. അല്ല സാറേ, ഞങ്ങളുടെ വണ്ടി പുള്ളിയെ മുട്ടിയിട്ട് പോലും ഇല്ല. ഡോക്ടർ പറഞ്ഞ ആ അത് രീതിയിൽ തീരുമാനിക്കുന്ന ഇവിടുത്തെ ഡോക്ടറല്ല, ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി രണ്ടുപേരും. സർ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? വഴി കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതോ? നിങ്ങൾ ഈ പോലീസുകാർ ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ട് പബ്ലിക് ഈ കാര്യങ്ങളൊന്നും ഇടപെടാത്തെ. ആഹാ, മാഡത്തിന്റെ ശബ്ദം വീണ്ടും പുറത്തു വന്നു തുടങ്ങിയല്ലോ. നന്നായി. ഞാൻ ആകെ ഒരു ചാർജില്ലായിരിക്കായിരുന്നു. ഇപ്പൊ ഓക്കെ. രണ്ടുപേരും അടച്ചു നിർത്തേ, കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. സർ, ഞങ്ങള് അങ്ങോട്ട് ചെന്നിരിക്കാൻ. പപ്പേട്ടാ, പ്രദീപിനോട് പറഞ്ഞു ഇവരുടെ വണ്ടി സ്റ്റേഷനിലോട്ട് എടുപ്പിക്കണം. ഞാനൊന്ന് ഡോക്ടറെ കണ്ടുവരാം. ശരി സർ. അതെ, വണ്ടി നിങ്ങളെ സാധനങ്ങളെല്ലാം എടുത്തോ. വണ്ടി ഇപ്പം സ്റ്റേഷനിലേക്ക് എടുക്കും. ഓ പ്രിയേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലെ ആ സിയുടെ മുമ്പിൽ അങ്ങനെ നീ പാത്രം അടിച്ചിട്ട് തലമണ്ട ഞാൻ പൊട്ടിക്കും കേട്ടോ. പിന്നെ കാര്യം പറയണ്ടേ? ഓ, ഇത്ര നേരം അണ്ണാക്കി കോലിട്ട് ഇളക്കിയാൽ പോലും ശബ്ദമൊന്നും വരത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ കാര്യങ്ങൾ വലിയ സീനിലൊന്നും മനസ്സിലായപ്പോൾ അട്ട ചോര ഓടിച്ചാൽ ഉടനെ വീർത്ത് വന്നിരിക്കുമോ? നീ വല്ല വർത്താനൊന്നും പറയണ്ട. ആൾ ചോദിച്ചപ്പോൾ നീ ആ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞേ. ഇനി മെഡിക്കൽ റിസൾട്ട് വരുമ്പോൾ നീ വെള്ളം അടിച്ചെന്ന് മനസ്സിലാവില്ലേ? ഓ പിന്നെ വെള്ളം അടിച്ച് ആകെ അടിച്ച് ഒരു ബെക്ക. ഈ ടെൻഷൻ അത് പണ്ടേ ആവിയായി പോയിട്ടുണ്ടാവും. കൊണാന്ന് പറഞ്ഞ വണ്ടി തുറക്ക. ആ തുറക്കുക. എടാ, ഇത് അയാളുടെ ബാഗല്ലേ? ഫോൺ അടിക്കുന്നുണ്ടല്ലോ. മറിക്കാൻ അയാളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ആയിരിക്കും. സർ, ഇതെന്താണോ സംഭവം? ഒരു ആക്സിഡന്റ് കേസായിട്ടാണ് സർ റിപ്പോർട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് 307. അയാൾക്ക് എങ്ങനെയുണ്ട്? കോൺഷ്യസ് ആയിട്ടില്ല. വയറിലും മുതുകിലുമായിട്ട് 2 വെട്ടേറ്റിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയോ അയാളുടെ? അന്വേഷിക്കുന്നുണ്ട് സർ. ഈ ചാനലുകാരി പെണ്ണെങ്ങനെയാണോ ഇതിനിടെ വന്ന് പെട്ടത്? സർ, രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാവണം ഈ വെട്ടേറ്റയാൾ ഓടി വന്ന് വീണത്. ഇവരുടെ വണ്ടിയുടെ മുന്നിലാണ്. ഇവർ തന്നെയാണ് സർ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൺവിൻസിങ് ആണല്ലോ അല്ലേ? ആണ് സർ. പിന്നെ ആ പെണ്ണിന് കൊമ്പിച്ചിരി കൊടുല്ല സാർ. ഒന്ന് വട്ടം കറക്കാന്ന് വിചാരിച്ച് ഇവിടെ പിടിച്ച് നിർത്തിയ സ്റ്റേഷൻ ജാമത്തിൽ വിട്ടേക്കാം സർ. എനിക്ക് ഞാൻ പറയാം. NIA എന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. നമുക്കിവിടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. ഓ തമ്പ. ആ നമസ്കാരം മാഡം. രാത്രി കുറച്ച് ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല, 1-2 ചെറിയ ഫോർമാലിറ്റീസ് ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ പോവാം. അതിനിടയിൽ ആ മർഡർ അറ്റംപ്റ്റ് ഒന്ന് പെട്ടതുണ്ട്. അല്ലേ കുഴപ്പമില്ലായിരുന്നു. അയ്യോ സാറേ, നിയമത്തിന്റെ കാര്യമൊന്നും മാഡത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ആ. എല്ലാ നിയമവും അരച്ച് കലക്കി കുടിച്ച ആളാ. അതെ, ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ഏയ് സാറേ, വണ്ടി ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് CSR ചെക്ക് ചെയ്തതേ ഉള്ളൂ. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ്. വണ്ടി സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നതിന് മുമ്പ് ഡ്രൈവറുടെ മുന്നിൽ വെച്ച് ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലെ പിന്നെ നാളെ വണ്ടി എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളൊരു കംപ്ലൈൻറ്റ് കൊടുത്ത് ഞങ്ങൾ വിടും. അതുകൊണ്ടാണ് ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ അല്ലേ? നോക്കടോ. ഓക്കെ സാർ. മാഡം, ഒന്ന് കിട്ടും മാറി നിൽക്കൂ. ഇത് ആരുടെയാ? ബർത്ത്ഡേ കേക്കാ സാറേ. ഇന്ന് റിയയുടെ ബർത്ത്ഡേ.
ഹാപ്പി ബർത്ത്ഡേ മാഡം. ഈ ബർത്ത്ഡേ മാഡം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അല്ലേ മാഡം? ഇതിനകത്തൊന്നുമില്ല സാർ. ആ തന്നെ നീ വണ്ടി സ്റ്റേഷനിലോട്ട് എടുത്തോ. സാർ പിന്നെ സാർ കീ തന്നെ. എടാ ആൾക്ക് എങ്ങനെയുണ്ട്? അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? വേറൊരു പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? സാറി എന്നോ ഞാൻ വരാം. ഈ വരുന്ന CA കുറച്ച് കുഴപ്പം. ഹാ, എന്ത് കുഴപ്പം? ഇതൊക്കെ ഡീൽ ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ. സാറേ നമുക്ക് ഇപ്പൊ തന്നെ ഇവരെ അങ്ങ് വിടാലോ അല്ലേ? നമ്മുടെ പിള്ളേരാ. താനാരാ? ഫ്രാൻസിസ് ഫോർട്ട് കൊച്ചി. ഈ ഫ്രാൻസിസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ MD ആ സാറേ. വേണമെങ്കിൽ ഞാൻ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നൊന്ന് വിളിപ്പിക്കാം. ഏത്? എന്തിന്? അല്ല സാറേ, ഇതൊക്കെ ചെറിയൊരു ആക്സിഡന്റ് കേസല്ലേ. ആക്സിഡന്റ് പറ്റിയവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നവർക്കെതിരെ കേസെടുക്കാൻ പാടില്ലെന്നാണ് നിയമം. ഏത്? എടാ നിന്റെ കൂട്ടത്തിൽ ഈ നിയമം വകുപ്പ് പറഞ്ഞിടാത്ത ഒരാൾ പോലും ഇല്ലേ? സാറേ ആ വണ്ടി ഫ്രാൻസിസിന്റെ RC ഓണറും പുള്ളി തന്നെയാ. RC ഓർഡർ നീയാ? അപ്പൊ നീ ഇവിടെ നിന്നില്ല? അയ്യോ അത് പറ്റത്തില്ല, എനിക്ക് ഗോവയ്ക്ക് പോകണം. നീ എപ്പോ എവിടെ എങ്ങനെ പോണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായടാ? മനസ്സിലായി. നീ ഒന്നേ, അയാളെ കുഴപ്പക്കാരന് ഗോവ നമ്മുടെ ബാഗാണോ? ഒരു ഉത്തരവാദിത്വമില്ല. അവിടെ ഇവിടെ കൊണ്ട് ഇട്ടേച്ച്. എന്തുവാടാ ഇത്? നിന്റെ ഡംബൽസ് മുഴുവൻ ഇതിനകത്ത് കൊണ്ട് വെച്ചേക്ക് വന്നു. എന്താടാ? അയ്യോ ഞാൻ പോകുന്നില്ല സാർ. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ആ വണ്ടി ഞാൻ അടിച്ചു പറിക്കും സാർ. സാധനത്തിനകത്തില്ല. അവരോട് തന്നെ ഉണ്ട്. എന്റെ ഫ്രാൻസിസ് പുണ്യാളോ. മുതലാളി, ഇതാണോ സാഗർ ഇലിയസ് ജാക്കിയൊക്കെ നടത്തുന്ന ബിസ്ക്കറ്റ് കച്ചവടം? അങ്ങനെ നമ്മളും അധോലോകമായടാ അയ്യപ്പാ. അയ്യോ എന്റെ ജോർജ്, നീ പറയണ എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. ആ ബാഗ് പോലീസിന് എടുത്ത് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ കൊണ്ട് കൊടുക്ക്. ചെല്ല് കൊണ്ട് കൊടുക്ക്. എടി വിടാനായിരുന്നെങ്കിൽ ആ CAക്ക് നമ്മൾ ഒരു മണിക്കൂർ മുമ്പേ വിടായിരുന്നു. അയാൾ ഈ മൂടിന് തീ പിടിച്ചോലെ ഓടി നടക്കുന്നത് നിന്നെ പൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാനാ. ഇപ്പൊ ഈ സാധനമായിട്ട് നീ അങ്ങോട്ട് ചെന്നാൽ ഉറപ്പായിട്ടും പുള്ളി ഈ കേസ് നിന്റെ തലയിൽ വെച്ച് കെട്ടും. ഉറപ്പല്ലേ? ഒന്നാമതെ കുറെ പാർട്ടിക്കാർ പിന്നെ ഈ കാണുന്ന പോലീസുകാരും ഒക്കെ നിനക്കെതിരാ. അതിനിടയിലേ ഇപ്പം എന്നിട്ട് ഫോൺ തന്നെ ഞാൻ ചാനലിൽ വിളിച്ചു. നിങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് സംഭവം കൺഫ്യൂഷൻ ആക്കല്ലേ. ചാനലിലൊന്നും വിളിച്ച് പറയേണ്ട ഒരാവശ്യമില്ല. ഇത് ഞാൻ വേറെ ലെവലിൽ ആലോചിച്ച് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സാധനം നമ്മൾ ഇവിടുന്ന് മാറ്റുന്നു, വിൽക്കുന്നു, കിട്ടുന്നത് എത്ര ആണെങ്കിലും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നു. എന്ത് പറയുന്നു? 80% എനിക്കും 20% നിങ്ങൾക്കും. എനിക്കൊന്നുമില്ലേ? നിനക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് തരാവട്ടെ, വിഷമിക്കായിരിക്കേ. മുതലാളി ചെറ്റിയാവരുത്. എടുക്കടാ, ചിലപ്പോ ഇതിന്റെ റാംജി റാവു ആയിരിക്കും. എടുത്തിട്ട് സാധനം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറ. എവിടെ കൊണ്ടുവരണമെന്ന് ചോദിക്ക്. എടുക്കടാ. ബെന്നി സാർ. ആ ചെറുക്കനും പെണ്ണും എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. തനിക്ക് എന്തോ തോന്നുന്നു? അതവരെ ആക്സിഡന്റ് ടെൻഷനില്ല സാർ. പിന്നെ സംഭവം നടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അവരുടെ കോമ്പിങ്ങിൽ വന്നൊന്ന് പെട്ടായിരുന്നു. ഞാൻ അവരുടെ വണ്ടി ചെക്ക് ചെയ്തിട്ടാ സാർ വിട്ടത്. എന്തായാലും അവരിപ്പോൾ വിടണ്ട, ഞാൻ പറയാം. സാർ. സാറേ അവരെവിടെ ഒന്നും കാണാനില്ല. എന്ന് വെച്ചാ? ആ ഇപ്പൊ വന്നവന്റെ വണ്ടിയും കാണാനില്ല. അവര് മുങ്ങിയെന്നാ തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു കുഴപ്പമാണെന്ന്. ഇയാളൊക്കെ അവിടെ എന്തെടുക്കായിരുന്നു? ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ കുറെ എണ്ണത്തിന് എന്തിനാണോ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്നത്? താൻ ഇവിടെ തന്നെ കാണണം, മനസ്സിലായോ? സാർ. അകത്ത് കിടക്കുന്നതിന് ബോധം വരുമ്പോൾ എന്നെ വിളിച്ച് പറയണം. പുറത്തു നിന്ന് ഒറ്റ ഒരുത്തനെയും അകത്തോട്ട് വിടരുത്. സാർ. പിന്നെ ആ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞിട്ട് സിറ്റി മുഴുവൻ അടിച്ചു വെക്കാൻ പറ. അവന്മാരുടെ വണ്ടി ഇന്ന് ടൗൺ വിട്ട് പോകരുത്, മനസ്സിലായല്ലോ? ഓക്കെ സാർ. വണ്ടി എടുക്കണം. താനെന്താ ഈ നേരത്ത്? ഇത് ചാനലിലെ റിയറോയ്. അതെ. വാ അകത്തേക്കോ. വീട്ടിൽ വന്നു കയറിയപ്പോഴും ഓർത്തെ
കേക്ക് എടുക്കാൻ മറന്നു. പിന്നെ ബാലുവിനെ വിളിച്ചു പറഞ്ഞു വേറൊരെണ്ണം കൊണ്ടുവരാൻ. നിങ്ങള് കേക്ക് തരാൻ വന്നാലേ വാ ഇരിക്ക്. കുഴപ്പമില്ല. അച്ഛൻ വന്നോ? പ്രിയമോൾ ഇതുവരെ ഉറങ്ങിയില്ലല്ലേ? ഹേയ്, അച്ഛൻ വന്നിട്ടേ ഉറങ്ങൂന്ന് ഒരേ വാശി. സാധാരണ ബാലു ഇത്രയും ലേറ്റ് ആവാറില്ല. മിനിസ്റ്റർ രാജൻ കുറുപ്പായിട്ട് ബാലൻ എന്താ ബന്ധം? കുറുപ്പ് സാറിന്റെ പേഴ്സണൽ സ്റ്റാഫാ ബാലു. മാഡം, ഞങ്ങൾ ശരിക്കും വേറൊരു കാര്യം പറയാൻ വന്നോ? എന്തോ ആരുടെ കെട്ടിക്കാണോ പോയത്? നിനക്കെന്നെ അറിയില്ല സാറേ. അകത്ത് കിടക്കുന്ന ആളുടെ ഭാര്യയും കൊച്ചോ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ സാറേ. ആക്സിഡന്റ് പറ്റിയ ആളെ നിനക്ക് അറിയില്ല എന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? അതെ സാറേ. പിന്നെ ആളുടെ ഭാര്യയും കൊച്ചിനെ നിനക്ക് എങ്ങനെ അറിയാടാ? സാറേ, ഇന്ന് വൈകുന്നേരം അവരെ വീട്ടിൽ കൊണ്ടാക്കിയത് ഞാനാ, എൻ്റെ ഊബറിൽ. കൊള്ളാവല്ലോടാ. നിന്റെ വണ്ടി യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകളുടെയും ഭർത്താക്കന്മാരെ നിനക്കറിയോ? ഇല്ല സാറേ. അതോ യാത്രക്കിടയിൽ അവർ ഭർത്താവിന്റെ ഫോട്ടോയോ മറ്റോ നിന്നെ കാണിച്ചോ? ഇല്ല. പിന്നെ എങ്ങനാടാ? ഇത് അയാളുടെ ഫോണാ സാറേ. ഇതിൽ അവർ വിളിച്ചപ്പോൾ ഫോട്ടോ കണ്ടതാ. എന്നിട്ട് ഈ ഫോണിന്റെ കാര്യം നീ നേരത്തെ പറഞ്ഞില്ലല്ലോ? ഞാൻ മറന്നുപോയതാ സാറേ. കൊള്ളാലോടാ. വൈകിട്ട് ഭാര്യ നിന്റെ വണ്ടി കയറുന്നു, രാത്രി ഭർത്താവ് നിന്റെ വണ്ടിയുടെ മുന്നിൽ ചാടുന്നു, എന്നിട്ട് അയാളെ നീ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു. എല്ലാം കൂടെ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോടാ ജോർജി. ശരിയാ സാറേ, ഭയങ്കര കോയിൻസിഡൻസാ. നിനക്ക് എന്തിന്റെ കേടായിരുന്നു റിയേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലെന്ന്. ജോർജ്, നീ എന്താ എന്റെ അടുത്ത് ചൂടാണ്? അയാളുടെ ആറ്റിറ്റ്യൂഡ് നീയും കണ്ടല്ലേ? എടി, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് വേണല്ലോ ആയിക്കോട്ടെ. നീ ചുമ്മാ പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് കിടന്ന് സീൻ ഉണ്ടാക്കുന്ന ആരെങ്കിലും എടുത്ത് യൂട്യൂബിൽ കൊണ്ടിട്ടാല് അങ്ങനെ പെമ്പിള്ളേരെ കുറച്ചൊക്കെ വകതിരും ഉണ്ടാവണം ചുമ്മാ. ഓ, പെമ്പിള്ളേർക്ക് മതിയല്ലോ ഈ വകതിരിവ്. ഈ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. നീയും കണക്കാ. നീ വണ്ടി സൈഡാക്കി. വകതിരിവ് കാണുമ്പോൾ നീ വണ്ടി സൈഡാക്കി അറിയാം. ഞാൻ എപ്പോഴും നിന്നോടാ ഞാൻ നിനക്കൊന്നും മിണ്ടാതിരിക്കോ? ചുമ്മാ ഇരുന്ന് മനുഷ്യനെ irritate ചെയ്യാൻ വേണ്ടി. നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്താ എന്താ കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. പേടിക്കണ്ട. വാ, എണീ. ചേട്ടാ, ചേട്ടാ, കാലം പിടിച്ച്.
റിയ നീ പ്രാഞ്ചിനൊന്ന് വിളിച്ചേ. പ്രാഞ്ചി നീ എവിടെയാ? ഞാൻ നമ്മുടെ തൃശ്ശൂർ ടോളില്ലേ, അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയല്ലേ. എടാ എടാ നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. ആണോ? എന്നിട്ട് കുട്ടാ നീ ആക്സിഡന്റ് ചത്തില്ലേ? എന്റെ ട്രിപ്പ് മുടക്കാനേ ഈ നമ്പർ ഒന്നും പോരാ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഇട് കുട്ടാ. എടാ പ്രാഞ്ചി, നമ്മുടെ വണ്ടി ഒരാൾ ഇടിച്ചു. ഞാനാ വണ്ടി ഓടിച്ചേ. റിയ 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 എന്തുവാടി? എടാ കുറച്ച് കുഴപ്പമാ, ആള് സീരിയസ് ആണെന്ന് തോന്നുന്നു. എടാ എടാ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, നിങ്ങൾ എവിടാ ഇപ്പൊ? ഞങ്ങള് കൊടുങ്ങല്ലൂർ റൂട്ടില്. കൊടുങ്ങല്ലൂർ റൂട്ടില് എടാ 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 ചിറ്റേറ്റേറിയില്ലേ? ചിറ്റേറ്റേറ സെന്റ് ആന്റണീസ് പള്ളിയുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, ക്രൈസ്റ്റ്. നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, അതാ സേഫ്. അങ്ങോട്ട് വിട്ടോ. പ്രാഞ്ചി, കുഴപ്പാവോ? റിയ എടി 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 നീ ടെൻഷൻ അടിക്കല്ലേ. അവിടുത്തെ ഡോക്ടറല്ലേ, അതിന്റെ ഫ്രണ്ടാ ഡോക്ടർ ഫിറോസ്. നിങ്ങൾ അവിടെ ചെന്ന് ഫിറോസിനെ കണ്ടാൽ മതി, ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം കേട്ടോ. ഓക്കെ, നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ഞാൻ അയ്യപ്പനെ വിളിച്ചു പറയാം, അവൾ അവിടെ വന്നോളൂ. ആ ഓക്കെ ഓക്കെ. ജോർജി അല്ലേ? ഞാൻ ഡോക്ടർ ഫിറോസ്, ഫ്രാൻസ് വിളിച്ചിരുന്നു. ഞാൻ നോക്കട്ടെ. ആക്സിഡന്റ് ആയതുകൊണ്ട് പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ യൂഷ്വൽ പ്രൊസീജിയർ, ഡോണ്ട് വറി. സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓ, 2 അല്ലേ? ഓക്കെ ഏതെവിടെ ആക്സിഡന്റ് കേസ് വന്നത്? സർ, കാഷ്വാലിറ്റിയിലാണ് സർ. ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആരാ കൊണ്ടുവന്നത്? ഒരു മിനിറ്റ് സർ. 1 മിസ്റ്റർ ജോർജി ജേക്കബ്. എന്താ ഇപ്പൊ പേട്ടാ? ഡീറ്റെയിൽസ് എടുത്തോ? എടുത്തു സർ. ആ ഇവരാണോ? ഇന്ന് രാത്രി ഇച്ചിരി പണി കൂടുമല്ലോ. വാ. നമസ്കാരം മാഡം. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? സർ, ആക്സിഡന്റ് ആയിരുന്നു. ആള് മുന്നേ ചാടി ഇടിച്ചു എന്നാ തോന്നണേ. ഓ, വണ്ടി ഓടിച്ച മാഡം തന്നെയല്ലേ? അല്ല സാറേ, ഞാനാ ഓടിച്ചു. അതെങ്ങനെയാടാ? മാഡം വണ്ടി എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടതല്ലേ? സാർ അവിടുന്ന് വിട്ട ഉടനെ റിയോ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നോണ്ട് ഞങ്ങൾ മാറിയിരുന്നായിരുന്നു. ഞാനാ ഓടിച്ചു. ഇതെവിടെ വെച്ചാ സംഭവം? പറവൂര് കാവിലെത്തുന്നതിന് മുമ്പ്. ഇടികൊണ്ട ആളുടെ അവസ്ഥ എന്താ? അറിയില്ല, ഡോക്ടർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അവൻ നിങ്ങളോട് വല്ലതും സംസാരിച്ചായിരുന്നു? ഇല്ല സാറേ, ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ആൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അങ്ങോട്ട് ഇരി, ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ. ഇവർ രണ്ടുപേരുടെ മൊഴിയെടുക്കണം വിശദമായിട്ട്. ശരി സാർ. ആ പെണ്ണിന്റെ ഭാവം കണ്ടിട്ട് ആ പയ്യൻ പറയുന്ന മുഴുവൻ പച്ചക്കള്ളോ. പ്രദീപിനെ വിളിച്ച് പറവൂർ ഭാഗത്തുള്ള CCTV മുഴുവൻ ചെക്ക് ചെയ്യാൻ പറയണം. ഓക്കെ സാർ. വണ്ടി ഓടിച്ച് അവൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ശരി. ആ പിന്നെ അവന്റെ മെഡിക്കൽ കൂടി നിർത്തേക്ക്. സാർ. ഏകദേശം എത്ര സമയം കാണും? സമയം 1 മണിക്കൂർ. ഈ സ്പോട്ട് പറവൂരത്തിന് തന്നെയല്ലേ? അതെ. ആരാ വണ്ടി ഓടിച്ചത്? വണ്ടി അയാളുടേതാണോ? അല്ല. അമ്മണി, ജോർജി, ഞാനിവിടെ പുറത്തുണ്ട്. നീ ആ വണ്ടി ഒതുക്കിയിട്ട് അവിടെ നിന്നു. ഞാൻ ഇവിടെ. ഓക്കെ. മോൻ എപ്പോഴാ വന്നേ ഉള്ളെങ്കിലേ ജലീലിക്ക വിളിച്ചായിരുന്നു.
എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഈ രാത്രി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. എന്താ ഇത്? നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയാൽ പോരെ? ഇത് പണി വേറെയാ ബാലു. NIA നാളെ സാറിനെ അറസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ പണി കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെയും ഉണ്ടല്ലോ കുലകുത്തികൾ. നമ്മുടെ ഈ പ്രസ്ഥാനം അങ്ങോട്ട് ഇല്ലാണ്ടാവും. അനക്ക് അതോർക്കുമ്പോഴാണ് വിഷമം. എൻ്റെ അച്ഛനായിട്ടുണ്ടാക്കിയ പാർട്ടിയാ, അറിയാല്ല. പിന്നെ 10-36 കൊല്ലത്തെ എൻ്റെ അധ്വാനം എല്ലാം ഈ ഒറ്റ രാത്രി കൊണ്ട് കഴിയും. അങ്ങനെ ഒന്നും വരില്ലെന്നേ. ഇവിടെ എല്ലാവർക്കും അങ്കിളിനെ വേണം. അങ്കിളി ചെയ്തതൊന്നും അങ്കിളിന് വേണ്ടി മാത്രമൊന്നുമല്ലല്ലോ, പങ്ക് എല്ലാവർക്കും കൊടുത്തല്ലേ. അതൊന്നും ഒരുപക്ഷെ കണക്കിൽ വരില്ല ബാലു. നമ്മൾ ഈ മുന്നണിയിലെ ചെറിയൊരു പാർട്ടി മാത്രമാണ്. ഇനിയിപ്പോൾ സാറ് വീണ നമ്മളെ പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ മന്ത്രിയാവും. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരാ കൂടുതലും. പോട്ടെ ജലീലേ, എല്ലാ പ്രസ്ഥാനത്തിനും ഉണ്ടടോ ഒരു ഒടുക്കം. എന്തെങ്കിലും ചെയ്യണമല്ലോ ജലീൽക്ക. അങ്കിളിനെ ഇത്രയും വീക്കായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ അഡ്വക്കേറ്റ് ഇഷ്ടമുള്ള ഇപ്പോൾ വരും, ആലോചിക്കാം. പക്ഷേ അതിനേക്കാൾ എമർജൻസി ഉള്ള മറ്റൊരു കാര്യമുണ്ട് ബാലു. കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മാറ്റണം. ഗോൾഡോ? NIA നാളെ ഇവിടെ കയറി ഉഴുതുമറിക്കും. സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്ന അപകടമാ. എത്രയുണ്ട്? 18 കിലോ. എങ്ങോട്ട് മാറ്റും? നമുക്ക് തൃശ്ശൂർ എത്തിക്കണം. തൃശ്ശൂർ എത്തിച്ചാൽ അവിടെ മുനീറുണ്ട്, സേഫാ. പക്ഷേ ഇത് ആര് കൊണ്ടുപോകുന്ന? നമുക്ക് റിജിയുടെ കൊടുത്തു വിട്ടാലോ? കാശ് കൊടുത്ത് റെജി കൊണ്ടുപോകും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ റിസ്ക് അല്ലേ? അതെ, സാറിൻ്റെ അറസ്റ്റ് ക്യാമ്പ് മുഴുവൻ ലീക്കായിട്ടുണ്ട്. ഒരുത്തരും വിശ്വസിക്കാൻ കൊള്ളില്ല. കപ്പൽ മുങ്ങുകയാണെന്ന് അറിഞ്ഞാൽ അപ്പം കൈ കെട്ടുന്നിടത്തോണ്ട് രക്ഷപ്പെടും. അപ്പം പിന്നെ നമ്മളെന്ത് ചെയ്യും? പ്രസ്ഥാനത്തിനോട് കൂറും സാറിനോട് വിശ്വസതയും ഉള്ള ഒരാൾ തന്നെ വേണം. സാറ് സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ബാലു തന്നെ പോയാൽ മതിയായിരുന്നു. അങ്കിളിനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്തു കുഴപ്പമാ ബാലു? കുഴപ്പമുള്ള കാര്യത്തിന് ഞാൻ പറഞ്ഞു വിടുവോ? കേരള പോലീസ് ഇപ്പോഴും നമ്മൾ കൂടെ തന്നെയാ. പിന്നെ പോകുമ്പോ പറവൂർ വഴി പോയാൽ മതി. എടാ ജോർജി, നീ കേക്കാണോ ടച്ചിങ്സിന് അടിച്ചേക്കണേ? റൈറ്റ് ആണല്ലോ. കേക്കോ? ആ, അയ്യോ, അത് മറന്നുപോയല്ലോ. അതിനെന്താ, ഞാൻ മറക്കാതെ എടുത്തല്ലോ. ബർത്ത്ഡേക്ക് അല്ലാണ്ട് കർക്കിടക അവൻ ആരെയും കേക്ക് മേടിക്കോ? ഇതില് പി എന്തിയടി? പി വേണമായിരുന്നാ? ആ പി വേണമായിരുന്നു. അത് എന്തിയെന്ന്? പി അല്ലേ ഞാൻ തൊട്ടുനക്കി. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, എന്താടാ ഇന്ന് 24-ാം തീയതി അല്ലേ? അതെ, 24-ാം തീയതിക്ക് എന്താ പ്രശ്നം? നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ? ആരുടെ? പ്രിയയുടെ. അതിനെന്താ നീ കേക്ക് മേടിച്ചിട്ടില്ലേ? ഇത് അവളുടെ കേക്ക് അല്ലെന്ന്. അവളുടെ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ റിയ. കറക്റ്റ് ആണല്ലോ, കറക്റ്റ് ആണല്ലോ. റിയ കറക്റ്റ് ആണല്ലോ. ആണല്ലോ. എന്താടാ? ഒന്നുമില്ല, എല്ലാം സെറ്റാണ്. എന്താ വേണ്ടേ? ഞാൻ മറന്നുപോയെന്ന് വിചാരിച്ചല്ലേ? ഒന്ന് പോടാ, നമ്പർ ഇറക്കാണ്ട്. എടി ശരിക്കും ഞാൻ ഒരു സർപ്രൈസിന് വേണ്ടിട്ട് അങ്ങനെ. നീ കാരക്കുഴി ജേക്കബിന്റെ മോൻ ജോർജ് തന്നെയല്ലേ? വിശ്വസിച്ചുട്ടോ. എടി നീ പാതിരാത്രി എന്റെ അപ്പനെ വിളിക്കാതെ നീ ആ ബാൽക്കണി ഡോറും തുറന്നേ. തുറക്ക്. ആ വരുന്നു. എടി 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 എന്റെ പുറം ചൊറിഞ്ഞു തന്നെ. എന്താ? അതൊക്കെ പിന്നടയ്ക്കാം, ഒന്ന് ചൊറിഞ്ഞു തന്നെ. എന്റെ മാവ് മുഴുവൻ ഉറുമ്പ. എന്താ പറ്റി? മാതങ്ങട്ട് അടങ്ങി നിക്ക്. നിന്റെ അപ്പനാണോടി ആ മാവെ മുഴുവൻ ഉറുമ്പിനെ കൊണ്ടിട്ടേക്കുന്നത്? നിനക്ക് ഇത് തന്നെ വേണം. മര്യാദയ്ക്ക് എന്നെ കെട്ടിരുന്നെങ്കിൽ മുന്നത്തെ വാതിൽ കൂടെ വരാറുന്നല്ലോ. ഉറുമ്പടിയാണ് നിന്റെ വീട്. ആ ഷർട്ടിങ് വരും.
ഞാൻ ക്രീം തേച്ചുതരാം. അല്ല കുഴപ്പമില്ല, പോയി. ഷർട്ട് ഊര്. അല്ല പ്രശ്നമില്ലെന്നേ. കുളിച്ചിട്ട് നിൽക്കണം ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ. ഓ വേണ്ട. വേണ്ട. അതെ, നീ എന്നാണോ ഫ്രണ്ട് ഡോർ കൂടെ വരുന്നത് അപ്പോഴേ ഉള്ളൂ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. എടി അതല്ല ഞാൻ പറഞ്ഞേ, നമ്മുടെ ആ ഡ്രൈവ് ഇല്ലേ അത് പിടിച്ചാലോന്ന്. ശരിക്കും? ആ ഒരു നൈറ്റ് ഡ്രൈവ്. എന്നിട്ട് 12 മണിക്ക് നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാം. കാര്യമായിട്ടും? സീരിയസ് ആയിട്ട്. എന്നാ 2 മിനിറ്റ് ഞാൻ പോയി റെഡി ആയിട്ട് വരാം. റെഡിയാവോ? എന്താ റെഡി ആവണ്ടേ? ഞാൻ റെഡി ആയിക്കോളാം. ഞാൻ ഏയ് പ്രശ്നമില്ല, എനിക്ക് നീ സമയം. ചെല്ല്, നീ ഇവിടെ നിന്നാലേ പോക്ക് നടക്കൂല. അവിടെ ഉറുമ്പാണ് പ്ലീസ്. അന്നാ ഇതിലെ പോ. നിന്റെ അതെ, അപ്പം താഴെ ഉറങ്ങുന്നുണ്ടാവും, നീ മിണ്ടാണ്ട് പൊയ്ക്കോ. ഞാൻ ഇവിടെ വന്നാ പോരെ? പോ. जिंदगी एक सफर है सुहाना, हम कल किसने जाना. जिंदगी एक सफर है सुहाना, जहाँ कल क्या होगा. I'll shoot you one day. जिंदगी एक सफर है, I'll shoot you one day. എന്താ നിന്റെ അപ്പം നമ്മുടെ പ്രാഞ്ചികളിലൂടെ ആയിപ്പാണല്ലോ. എന്ത് പുള്ളി കോട്ട കിട്ടുന്ന സാധനമൊക്കെ ബ്ലാക്കിൽ വിട്ടിട്ട് ഏതോ മാട്ട സാധനം അടിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. ഒന്ന് പോയി. സോറി. നീ കുടിച്ചിട്ടുണ്ടോ? ചെറുതൊരെണ്ണം നിന്റെ അപ്പനെ ഒഴിച്ചു വെച്ചത്. അതെ, കീങ് തന്നെ. എന്തിന്? ഞാൻ എടുത്തോളാം. കുഴപ്പമില്ല. കീ താ. മൂന്ന് പേര് എഴുന്നേറ്റ് വന്നേ. വരാൻ. സാറേ 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 എന്തോ സാറേ? ആ ബാഗ് എവിടാ? ഏത് ബാഗാ സാറേ? നിനക്കറിയത്തില്ല? ഇല്ല സാർ. നിന്നെ വണ്ടിയല്ലേ? ആണ് സാറേ. ആ ഡിക്കിന്ന് പറഞ്ഞേ. എന്തിനാ സാറേ? ഓ കാര്യം പറഞ്ഞെങ്കിലേ സാർ തുറക്കത്തുള്ളൂ. തുറക്കണം അങ്ങോട്ട്. തുറക്കാം. ആരുടെ ബാഗാടാ? ഇതെന്റെ ബാഗാ സാറേ. തുറക്കടാ. തുറക്കടാ അങ്ങോട്ട്. ആരുടെ ഡ്രസ്സാടാ അത്? എന്റെ ഡ്രസ്സാ സാറേ. നിന്റെ ബാഗാണെന്നല്ലേ നീ പറഞ്ഞത്? ആ ബാഗ് ഇവന്റെയാ, പക്ഷെ അതിനകത്ത് കളക്ഷൻസ് എന്റെയാ. കുറെ നേരമായി അവന്റെ ജോക്കർ കളി. പറയടാ, വേറെന്തറിയാടാ നിനക്ക്? വേറെ എന്നാ സാറേ? കള്ളം പറയുന്നു. എന്താ സാർ ഇത്? മിണ്ടരുത് നീ. നിന്റെ അടുത്തൊന്നും ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ബാക്കി സ്റ്റേഷനിൽ നിന്നിട്ടാവാം. പിടിച്ചു കയറ്റ്. സാർ. പ്രതിഭ വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കും. ശരി സാർ. വാ.
എന്താടാ? അല്ല സാറേ, അതെ സാറേ, ഒരൊറ്റ മിനിറ്റത്തേക്ക് എൻ്റെ ഫോണും തരുമോ? എന്തിനാടാ? കുറച്ച് ഡോക്യുമെന്റ്സേ. ഡോക്യുമെന്റ്സോ? വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനാ. എന്നതാ? അല്ല, സ്ത്രീകളൊക്കെ ഉള്ളൊരു സ്റ്റേഷനല്ലേ സാർ, ഡിപ്പാർട്ട്മെന്റിന് വെറുതെ നാണക്കേടാവണ്ടെന്ന് ഓർത്താ. 3 AM. സന്ധ്യ അല്ലേ മാഡം? പാതിരാത്രിക്കാണോടാ സന്ധ്യ? അമേരിക്കയിൽ സന്ധ്യ, അതാ. അയ്യോ, ഞാനെന്ത് ചെയ്യാനാ? ബാച്ചിലറായി പോയില്ലേ? എവളെ നിന്നെ വിളിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ അയ്യോ, 3 പേരോടും കൂടിയാ പറയുന്നത്. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസാ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. അതല്ല, ഇനിയും കള്ളം പറയാനാണ് ഭാവമെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ രീതി എനിക്കൊന്ന് മാറ്റി പിടിക്കേണ്ടി വരും. വേണ്ട സാറേ, ഞങ്ങൾ പറഞ്ഞൊക്കെ സത്യം തന്നെ. എന്ന് വെച്ചാൽ ഈ ബാഗ് മുഴുവൻ ഇവന്റെ ഡ്രസ്സായിരുന്നു അല്ലേ? ആണ് സാറേ. ഞാനേ ഒരു ഒഫീഷ്യൽ ട്രിപ്പിന് പോവായിരുന്നു. കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ബാഗ് ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അപ്പൊ എനിക്ക് ഈ ബാഗ് തരാൻ വേണ്ടി ഇവൻ വരുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ ആക്സിഡന്റും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. ഓ, Yeah. എന്നാലേ മക്കൾ ഇതൊന്ന് നോക്കിയേ. ഞാൻ ഈ കാക്കിയിട്ട് കളവറി തുടങ്ങിയിട്ടേ കൊല്ലം 18ആയി. ഒരു ബാഗ് എടുത്തോണ്ട് പോകുന്ന അറിയാം അതിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന്. ശരിയാ. ഇവന്റെ 4 ഓഞ്ച ഷെട്ടിക്കാനോടാ ഇത്രയും വെയിറ്റ്. നീ ആ CC ക്യാമറ കണ്ടു. ബാഗിനകത്തിരുന്ന സാധനം വിദഗ്ധമായി അങ്ങ് മാറ്റുകയും ചെയ്തു. പറയടാ, എന്തായിരുന്നു ബാഗിനകത്ത്? സാറേ, അത് ഡോക്ടർ. സർ, ആക്സിഡന്റ് കേസിലെ പേഷ്യന്റിന് ബോധം വീണ്ടുണ്ട്. പെട്ടെന്ന് വന്ന് മൊഴിയെടുക്കാം. ഓക്കെ, ഞാൻ ഉടനെ എത്താം. ശരി ശരി. തൽക്കാലം ഇത് മറ്റാരോടും പറയാൻ നിൽക്കണ്ട. ഐ അണ്ടർസ്റ്റാൻഡ്. ഞാനൊന്ന് പുറത്തു പോവാ. തിരിച്ചു വരുമ്പോ ഉള്ള സത്യങ്ങളെല്ലാം മണിമണി പോലെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ മക്കളെ നിങ്ങളെ ഞാൻ പൂട്ടും. ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഞാൻ പൂട്ടും. എന്നിട്ടാ സ്വർണ്ണയുടെ ചാക്കോ ഓരത് വീങ്ങിയ. സാറേ, ഞാൻ അവരുടെ വണ്ടി അരിച്ചു പറക്കിയതാ. അതിൽ അങ്ങനെ ഒരു ബാഗ് ഇല്ല. ഇനി ചിലപ്പോൾ അവർ ആ സ്പോട്ടിൽ നിന്ന് ബാഗ് എടുത്തിട്ടില്ലെങ്കിലോ? അയ്യോ സാറേ, ഞങ്ങൾ കണ്ടതാണ് അവരാ ബാഗ് എടുക്കുന്നത്. അവരാകെ പോയത് ബാലുവിന്റെ വീട്ടിലേക്കാണ്. ഞങ്ങൾ അവിടെ മൊത്തം നോക്കിയതാ, അതവിടെ ഇല്ല. സാർ ടെൻഷൻ അടിക്കണ്ട. ബെന്നി അവരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എടുത്തിരിക്കുക. ഞാനങ്ങോട്ട് ചെല്ലാം. ചോദിക്കേണ്ടവരെ ചോദിച്ചാ അവർ സത്യം പറയും. താൻ സ്റ്റേഷനിലേക്ക് പോയിക്കോ. നേരം വെളുക്കാൻ ഇനി 2-3 മണിക്കൂറേ ഉള്ളൂ. ജലീലേ, ഞാൽബിനെ വിളിച്ചിട്ട് കുറച്ച് പൊന്നും കൂടെ അറേഞ്ച് ചെയ്യ്. കളി ഞമ്മക്കിഞ്ഞി ഒന്ന് കളിക്കാം. ഡോക്ടർ. പിന്നെ സർ, എങ്ങനെയുണ്ട് ഇപ്പോൾ പേഷ്യന്റ്? 1 minute. You carry on. Okay, doctor. Come with me. മരുന്നിൻ്റെ ഒരു സെഡേഷൻ ഉണ്ട്. But he's okay now. You can talk to him. സാർ, വാ. മോളെ പേടിച്ചോ? മാഡം, ഇത് ബെന്നി മൂപ്പൻ, ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാ. മാഡം, ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്തേക്ക് ഇരിക്കണം. എനിക്ക് ബാലിനോടൊന്ന് സംസാരിക്കാനുണ്ട്. കുഞ്ഞിന് പ്ലീസ് കം. യു റിലാക്സ്. ബാലുവിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ.
ബാലു മന്ത്രി രാജൻ കുറുപ്പിൻ്റെ പേഴ്സണൽ സ്റ്റാഫല്ലേ? അതെ. ബാലുവിൻ്റെ ദേഹത്ത് 2 വെട്ടേറ്റിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ? രാജൻ സാറ് പറഞ്ഞിട്ടാ അത്യാവശ്യമായിട്ട് തൃശ്ശൂർക്ക് പോയത്. എന്തിന്? ഒരു അർജൻറ്റ് ഫയല് തൃശ്ശൂർ ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പോണ വഴിയിൽ പറവരത്തും മുമ്പ് പെട്ടെന്ന് ആക്രമണം ഉണ്ടായത്. ആരാന്നൊന്നും ഓർക്കുന്നില്ല. നല്ല ഇരുട്ടായിരുന്നു. ഞാൻ ഫേസ് കണ്ടില്ല സാറേ. ഹൈവേയിൽ നിന്ന് 800 മീറ്റർ മാറി ഒരു സൈഡ് റോഡിലാണ് ബാലുവിൻ്റെ വണ്ടി കണ്ടെത്തിയത്. ഹൈവേയിലൂടെ സഞ്ചരിച്ച താനെന്തിനാ ഇടവഴി തിരിഞ്ഞത്? ഓക്കെ, അതിവിടെ. ബാലുവിന് ഈ ബാഗ് ആരുടെയാണെന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ ബാഗ് സാറേ. ഈ ബാഗ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിനകത്ത് എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സാറേ എൻ്റെ ഗോൾഡല്ല സാറേ, രാജൻ സാറിൻ്റെ.